ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു കറി ഉണ്ടാക്കും. അതായത് നമ്മുടെ സ്റ്റൂ കറി. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നല്ലോ ബാക്കി നാളത്തേത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സ്റ്റൂ കറി ഉണ്ടാക്കി. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റും ഇട്ടു, സബോള, പച്ചമുളക്, കറിവേപ്പില. പിന്നെ ഇറച്ചി ഞാൻ വേറെ വേവിച്ചിട്ടാണ് കുക്കറിൽ ഇതിനകത്ത് വേവിച്ചിട്ട് ആണ് ഇതിലേക്ക് ഇപ്പം മിക്സ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിനകത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇപ്പം. ഓക്കെ, ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല. അതായത് മീറ്റ് മസാല മാത്രം ഇട്ടിട്ടാണ്. മീറ്റ് മസാലയും കുറച്ച് മല്ലി വറുത്ത് പൊടിച്ചു. എന്നിട്ട് ആ മല്ലി വറുത്ത് പൊടിച്ചതും മീറ്റ് മസാലയും മാത്രം ചേർത്തിട്ടാണ് ഇറച്ചി വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിനകത്തിലേക്ക് ഒരു 4 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇത്രയും പൊടിച്ചിട്ട് പച്ചക്കറിയുടെ കൂടെ വേവിച്ചു. എന്നിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോൾ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് പൊറോട്ടയുമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പൊറോട്ട എന്ന് പറയുന്നത് റെഡിമെയ്ഡ് പൊറോട്ടയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ് എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഇതാണ് റെഡിമെയ്ഡ് പൊറോട്ട. അടിപൊളി സാധനമാണ് ഇത് കേട്ടോ, നല്ല സൂപ്പറാണ്. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊറോട്ടയും കൂടെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇത് ഇങ്ങനെ 2 കവറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ 2 സൈഡ് ഇത് ഇവിടെ ഒരു കവറ്, ഇപ്പുറത്തൊരു കവർ. ഇങ്ങനെ തുറന്ന് ഫ്രീസറിൽ വെക്കണമെന്നുള്ളതേ ഉള്ളൂ. ഉണ്ടാക്കാൻ നല്ല സൂപ്പറാണ്. അപ്പം ഞാനിതും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ. ഇതാണ് പൊറോട്ടയുടെ ഒരു അവസ്ഥ. കണ്ടോ, ഇങ്ങനെ പൊങ്ങി വരും. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്തതെടുക്കാൻ പോവാം. 2 മതി, അടിപൊളിയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ എടുത്ത് വെച്ചു, കഴിക്കാൻ പോവാണ്. ഇതാ എൻ്റെ ഫേവറേറ്റ് കോഫി ഉണ്ട്. അപ്പം കഴിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. എല്ലാവരും കാണണം. ഓക്കെ, ബൈ ബൈ.